ലോകയിലെ മിസ്റ്റർ നോബഡി എന്ന് പറഞ്ഞ ക്യാരക്ടർ കൗച്ചിലിരുന്നുകൊണ്ട് ശ്രദ്ധേയമായ ഒരു ക്യാരക്ടറാണ്. പക്ഷേ കാട്ടാനിൽ നോക്കുമ്പോൾ എനിക്ക് ഇരിക്കാൻ പോലും നേരില്ല. ആനയോടൊപ്പമുള്ള ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും ഓടലും ചാടലും അങ്ങനത്തെ ഒരു സീനും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നു. കാശ്യ മാസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ അവർ ടീം വെൽ പ്ലാനഡ് ആണ്. കാരണം ഓരോ ആക്ഷൻ സീക്വൻസിന് വേണ്ടി അവർ ഏതറ്റം വരെ പോകാൻ അവർ തയ്യാറാണ്. അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം അവരൊരു ടെക്നിക്കൽ സൈഡ് തന്നെ ഭയങ്കര നമ്മൾ ചിന്തിക്കും പോലും പറ്റാത്ത ഒരു രീതിയിലാണ് അവരോരോ റോപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ചെറുപ്പത്തിൽ ടോണിജൻ്റെ ഓങ് ബാക്ക് മൂവിയൊക്കെ ഉണ്ട്. അപ്പം അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഫൈറ്റ് മാസ്റ്റർ അവരൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അത് ഭയങ്കര എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത് എനിക്കൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാനത് കരുതുന്നത്. കാട്ടാളൻ മൂവിയിലെ ക്യാരക്ടേഴ്സിന് പറയുകയാണെങ്കിൽ കൂടുതലും നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടറും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. മാക്സിമം എൻ്റെ രീതിയിൽ ഞാൻ എത്രത്തോളം ഡിഫറെൻ്റ് ആക്കാമെന്ന് ഞാൻ ആ ക്യാരക്ടറിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പോളേട്ടൻ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു തന്ന രീതി എന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഹണ്ടറാണ് ഇതിൽ. അപ്പോൾ ആ രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും പിടിക്കാൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നു. കുറച്ച് ടേക്ക് കൂടുതൽ വരികയാണെങ്കിലും എന്തെങ്കിലും സീൻസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലും എന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഒപ്പം നിന്ന് നല്ല രീതിയിൽ പറഞ്ഞു തരും. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാട്ടാളൻ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ എലിഫൻറ്റ് മൂവീസ് കുറേ വന്നിട്ടുണ്ടെങ്കിലും ഈ പടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ CG കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. ഈ എലിഫൻറ്റ് സീൻസും കാര്യങ്ങളെല്ലാം റിയലായിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പിന്നെ ഡൂപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മളായിട്ട് തന്നെയാണ് എല്ലാ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ എലിഫൻ്റായിട്ടും എല്ലാം ചെയ്തിട്ടുള്ളത്. അതിൽ ചെറിയ ചെറിയ പരിക്കും കാര്യങ്ങളും വന്നു. പക്ഷേ നമ്മളത് അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് മൂവി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ മൂവിയുടെ ക്വാളിറ്റിക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച അവർ ചെയ്യുന്നില്ല എന്നുള്ളൊരു 100% അവർ നീതി പുലർത്തിയിട്ടുണ്ട്. ഡയറക്ടറോടൊപ്പം തന്നെ ഒരു ടീം വർക്ക് പോലെയാണ് പ്രൊഡ്യൂസർ അവരൊപ്പം ഞാൻ കണ്ടതെല്ലാം. നമ്മളായിട്ട് പെരുമാറാനും ഓരോ കാര്യങ്ങൾ പറഞ്ഞാലും ഭയങ്കര അടിപൊളിയാണ്.